ആമി വാ ഫുഡ് കഴിക്കുക. എനിക്ക് എനിക്ക് വിശപ്പില്ല അമ്മ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോള് വന്നേ. മോളെ കഴിക്ക്. എനിക്ക് എനിക്ക് ഇറങ്ങണില്ല അമ്മ. അമ്മ നിർബന്ധിപ്പിക്കണ്ട. മോനെ ഫുള്ള് കഴിച്ചിട്ട് പോടാ. എങ്ങനെ ഇരുന്ന കുട്ടികളാ. എത്ര പെട്ടെന്നാ സന്തോഷം പോലെ ഇരുന്ന വീട് മരണ വീടാക്കിയത്. എന്തിനാ ദൈവമേ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കണേ. അമ്മ ഞാൻ ഇറങ്ങുവാ. തീർക്കണ്ടേ അവരെ? വീട്ടിലുള്ള ഒരുത്തനെ. അവര് എന്നാ വരിക? ഉടനെ എത്തും. സിധു അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവർ രണ്ടും ഇപ്പോൾ ആകെ മാറിപ്പോയടാ. ആരോടും സംസാരിക്കൂല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. ഞാനങ്ങ് ഇല്ലാണ്ടായി പോണ പോലെ. സാരല്ല, നീ ഒന്ന് ക്ഷമിക്ക്. അവർക്കെല്ലാം മറക്കാനുള്ള സമയമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? മെയ് കമിൻ സാർ? യെസ് കമ്മിങ് സാർ. ഇതാ സാറ് ചോദിച്ച ഫയല്. എന്നാൽ ശരിടാ, ഞാനെന്തായാലും വീട്ടിലേക്ക് ഒരു ദിവസം വരാം. അവരൊന്ന് കാണാം. ഓക്കേടാ. ഓ മക്കളായിരുന്നോ? വാ കയറ്. ആൻറ്റി അവളെവിടെ ആൻറ്റി? അവൾ ഉള്ളിലുണ്ട്. മക്കൾ എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയൊന്ന് ശരിയാക്കി എടുക്കണം. സഹിക്കുന്നില്ല എൻ്റെ കുട്ടിയെ ഇങ്ങനെ കണ്ടിട്ട്. ആൻറ്റി സങ്കടപ്പെടേണ്ട, ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം. എന്തായാലും ഞങ്ങളൊന്ന് അവളെ കാണട്ടെ. വാ അകത്തേക്ക്. അവനെവിടെ? ഇപ്പോൾ വരും. ഇനി പറ, നമ്മുടെ പ്ലാൻ എന്താ? ഒരുത്തിനും അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ അനുവദിക്കരുത്. നീറി നീറി മരിക്കണം. ഒന്നിനൊരു തെളിവുണ്ടാവാൻ പാടില്ല. ഹായ്. ഹലോ. If you don't mind, let's go to the hotel. യാ ഷുവർ ബേബി. ഹലോ, നീ എവിടെടാ? ഞാൻ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹോട്ടലിലോ? അവിടെ എന്താ? എൻ്റെ പൊന്നളിയ, ഒരു കിട്ടില്ല ഐറ്റത്തെ കിട്ടിയിട്ടുണ്ട്. ഓ ഓ ഓ എന്നാ ശരി മുത്തേ, നീ പൊളിക്ക്. ഓക്കേടാ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ആ തുടങ്ങാം. താനാദ്യം ഈ ഡ്രിങ്ക് കുടിക്ക്. ഡ്രിങ്കോ? എന്തിന്? ഈ ഡ്രിങ്ക് നമ്മുടെ വികാരം കൂട്ടാനുള്ളതാ. ഓ എന്നാ നമുക്ക് തുടങ്ങിയാൽ. ഓ എൻ്റെ തല. ആരാ? ഓ താൻ എഴുന്നേറ്റോ? എന്നെ നിനക്കറിയാൻ വഴിയില്ല. ബട്ട് ഞങ്ങളെ അറിയാലോ. അമ്മൈറ? അയ്യോ, ഹാമി മാത്രമല്ല, ഞങ്ങളും ഉണ്ട്.
നിങ്ങളെന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കണേ? അയ്യോ, അത് ചേട്ടൻ അറിയില്ലേ? നിന്നെ പൂവിട്ട് പൂജിക്കാൻ അത്രയ്ക്ക് നല്ല കാര്യമൊക്കെയാണല്ലോ നീയൊക്കെ ചെയ്യണേ. നിന്നെ ഞങ്ങളൊന്നും ചെയ്യില്ല. ദേ ഇവള് ചെയ്തോളും എല്ലാം. നീയൊക്കെ എന്നെ എന്ത് ചെയ്യാനാ? നിനക്കെൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. അരെ വാ, നിന്നെ സമ്മതിക്കണം. മരിക്കാൻ പോകുമ്പോഴുള്ള നിന്റെ ആത്മവിശ്വാസത്തെ. നീയൊന്ന് ക്ഷമിക്കേ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. പൂജ, എന്താണെന്ന് നിനക്കറിയോ? നീ എന്ത് വർത്താനാടാ പറയുന്നേ? അത് അവനെങ്ങനെ അറിയാനാ? അറിയില്ലെങ്കിൽ ചേച്ചി പറഞ്ഞു തരാലോ. ഇതിൽ മുഴുവൻ ആസിഡാ. നീ ഇഞ്ചിഞ്ചായി ചാവുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം. യദു, നീ കരയടാ. ഇതുപോലെ ജീവൻ പോകുന്ന സമയത്തല്ലടാ അതിൻ്റെ മോനെ അവള് കരഞ്ഞിട്ടുണ്ടാവുക. എന്നാ ഞങ്ങളിറങ്ങാം. ഈ ബോഡി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നീ സൂക്ഷിക്കണം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഹലോ സർ, ഞാൻ രാമനാ. ആ പറയൂ, താനെന്താ ഈ നേരത്ത്? സർ, ഇവിടെ കവലയൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. വാട്ട്? ബോഡിയോ? യെസ് സാർ, ബോഡി. ഈ ശരീരത്തിൻ്റെ അരയ്ക്ക് താഴേക്കില്ല, മുഖമെല്ലാം വികൃതമായിരിക്കുന്നു. ഇതാരോ അതിക്രൂരമായി കൊന്നതാ. ഓക്കെ, ഞാൻ വേഗം വരാം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കവലയൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അജ്ഞാത ബോഡി കണ്ടെത്തി. ഇത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ്. മൃതദേഹത്തിന് താഴേക്ക് ശരീരഭാഗങ്ങളില്ല. അത് ആസിഡ് ഉപയോഗിച്ച് കത്തിക്കളഞ്ഞതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓ എൻ്റെ ദൈവമേ, എന്തൊക്കെയാലേ ഇന്നത്തെ കാലത്ത് സംഭവിക്കണേ. എല്ലാവരെയും തൊട്ട് ഈശ്വരൻ കാക്കട്ടെ. സർ, യുവർ ഓർഡർ? ഓർഡറോ? ഇല്ല, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. സർ, യുവർ നെയിം അമൽദേവ്? അതെ സാർ, ഇത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തതാണ്. ഈ ഫുഡിന് ക്യാഷ് പേ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു സർ. എന്നാലും ആരായിരിക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക? എന്തേലും ആവട്ടെ. ഹലോ ബ്രദർ. ആരാ എന്നല്ലേ? ഓക്കെ, യാദവ് മേനൻ. ഓ സോറി, നിനക്ക് എന്നെ മനസ്സിലാവാൻ വഴിയില്ല. ഞാൻ നിനക്ക് മനസ്സിലാവുന്ന ഒരാളുടെ പേര് പറഞ്ഞു തരാം. അൻവിക ദേവരാജ്. അൻവിക? എങ്ങനെ മറക്കാനാണല്ലടാ ചേട്ട. നീയൊക്കെ പിച്ച് ചീന്തിയത് എൻ്റെ പെണ്ണിനെയല്ലായിരുന്ന. നീ പെട്ടെന്നങ്ങ് തളരാതടാ.
മാമി അപ്പോൾ മറന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ചേട്ടന് നമ്മളെ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. മോനൊന്ന് ഞങ്ങളോട് നന്നായി സഹകരിക്കണം, എന്നാലേ ചേച്ചിമാർക്ക് പെട്ടെന്ന് പോകാൻ പറ്റൂ. മോളെ, എവിടെ സാധനം? ഇതെന്താണെന്ന് നിനക്കറിയോ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇത് സെക്സ് ഡിസയർ ഇൻക്രീസ് ചെയ്യാനുള്ള ഡ്രഗാണ്. ഡീറ്റെയിൽ ആയി പറഞ്ഞ ഈ മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സെക്സ് ഡിസയർ വർദ്ധിക്കും. അത് ആരുടെ ശരീരത്തിലാണോ ഇഞ്ചക്ട് ചെയ്യുന്നത് അവരുടെ മാനസിക നില തന്നെ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വരും. പിന്നീടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ആ ഡ്രഗിൻ്റെ അധീനതയിലായിരിക്കും. നോർമൽ ഡോസിൽ നിന്ന് കൂടുതൽ ഒരാളുടെ ശരീരത്തിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്താലോ? ഇഞ്ചക്ട് ചെയ്താൽ സെക്സ് ഡിസയർ അവരിൽ ഇൻക്രീസ് ചെയ്യും. അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു ഉന്മാദാവസ്ഥയിലാണ്. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം BHK അപ്പാർട്ട്മെന്റിൽ നിന്ന് അരവിന്ദ് 24 വയസ്സ് എന്ന യുവാവിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടെത്തി. മരണകാരണം സെക്സ് ഡിസയർ ഡ്രഗ് അമിതമായി ഉപയോഗിച്ചിട്ടുണ്ട്. യുവാവ് മരിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബോഡി കെട്ടിത്തൂക്കിയത്. ഇത് കൊലപാതകമാണെന്ന് പോലീസ്. ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. സർ, യെസ് സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താൻ പറഞ്ഞോ. സർ, ഈ മരിച്ച അരവിന്ദില്ലേ, അവനും കവലയൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയൊരു ബോഡിയില്ലേ, അമൽ, അവൻ്റെ ആത്മസുഹൃത്താണ്. താനെന്താ പറഞ്ഞു വരുന്നേ? എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഇവരെ ആരോ ടാർഗറ്റ് ഇട്ട് കൊല്ലുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അടുത്ത ഇര സ്റ്റീഫൻ മാത്യു ആയിരിക്കും. സ്റ്റീഫൻ മാത്യുവോ? അതെ സാർ, മുൻ MLA ജോൺ സാറിൻ്റെ മകൻ. ഇവർ ആളെങ്ങനെയാ? ഇവർ മൂന്നും അത്ര വെടിപ്പല്ല. ഇവരുടെ പേരിൽ കുറേ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛൻ്റെ പിടിപാടുപയോഗിച്ച് മകൻ അങ്ങ് തീർപ്പാക്കും. ആ സ്റ്റീഫനില്ലേ, അവനെ ഇന്നു മുതൽ നിരീക്ഷിക്കണം. എങ്ങോട്ട് പോകുന്നു, അവന് ഫോൺ കോൾസ് എല്ലാം ട്രേസ് ചെയ്യണം. യെസ് സാർ. ഞാൻ നിങ്ങളെ ഹഗ് ചെയ്തൊന്ന് കിടന്നോട്ടെ? വാ. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അച്ഛൻ്റെ പൊന്നു മോളല്ലേ, മോൾക്ക് അറിയാവുന്നതല്ലേ. ആ സ്റ്റീഫൻ അവൻ ഏതു നേരം ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നിന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം. അച്ഛൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമല്ലേ? അതല്ലടാ പൊന്നെ, നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞാൽ നിന്നെ വിട്ടോളും. അതുമല്ല, നിന്നെ കിട്ടാൻ പോകുന്ന പയ്യൻ പോലീസുകാരനാ, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാടാ. വാട്ട്? പോലീസോ? എനിക്ക് പോലീസുകാരനൊന്നും കല്യാണം കഴിക്കണ്ട. പ്ലീസ് മോളെ. ഓക്കെ, അവനോട് നാളെ
കറക്റ്റ് 10:30 ജംഗ്ഷനുള്ള കഫേയിലേക്ക് വരാൻ പറ. ഇതവൻ ഇവളെ പെണ്ണ് കാണാൻ വരുന്നതോ അതോ ഇവൾ അവനെ പെണ്ണ് കാണാൻ പോകുന്നതോ? ആരാരെ കണ്ടാലെന്താ, ഇഷ്ടമായാൽ മതി. ഇനി ചേച്ചി അവൻക്ക് ഇഷ്ടമായില്ലെങ്കിലോ? എൻ്റെ പൊന്നോ, നിന്റെ കരിനാക്ക് വളച്ചൊന്നും പറയാതെടി. ഹായ്. ഹലോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. ഞാൻ ഈ വിവാഹ കാര്യത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് അല്ല. പിന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. തനിക്ക് വേണമെങ്കിൽ എന്നെ വിവാഹം ചെയ്യാം, ബട്ട് ഒരു ഭാര്യ ഭർത്തൃബന്ധം അത് താൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്. ആർ യു ഷുവർ? യാ, ഐ എം ഷുവർ. ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഉള്ളു വഴി. ഗമരി മഗരി സനി രി സ പമഗ മത മഗരി സനി രി സ ഗമ സനി സ ധനി മദ ഗമരി ഗ സ നി സ ധ നി സ നി സ മ ഗ ഗ നി സ പ മ മ ഗ സനി സ ഗ മ ഗ രി നി ധ മ മ ഗ ഗ മ ഗ ക ഗ മ രി ഗ നി രി നി ഗ രി മ ഗ രി സ പ മ ധ മ നി ധ നി മ ധ ഗ മ രി ഗ സ മലർകൾ കേട്ടേ വനമേ തന്തനൈ தண்ணீர் கேட்டேன் அமிர்தம் தந்தனை எதை நான் கேட்பின் எதை நான் கேட்பின் உனையே தருவாய். മോളെ ആമി, എന്തമ്മ നീ നിന്റെ ചെറ്റ സ്വഭാവം അവിടെ എടുക്കരുത്. അമ്മ എന്തു വർത്താനാ പറയണേ? ഞാൻ അങ്ങനെ ചെയ്യോ? നമ്മുടെ വീട്ടിൽ കളിക്കണ കളി ഇവിടെ കളിക്കോ? അല്ലമ്മ, അനു എവിടെ? അവളെ ശബ്ദമൊന്നും കേൾക്കണില്ല. അവളെ കാര്യമൊന്നും പറയണ്ട, അവൾ ഇവിടെ ഉണ്ട്. അവൾ നിന്റെ ചിപ്സൊക്കെ തിന്ന് തീർക്കണ തിരക്കില്ല. വാട്ട് പട്ടി, ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ ചിപ്സൊന്നും കണ്ടില്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ഇവള് മാറൂല. എന്നാ ശരി മോളെ. ഓക്കെ അമ്മ. A few minutes later. മോളെ ഫുഡ് കഴിക്കാൻ വാ. അമ്മ. അമ്മ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അല്ല, നീ എങ്ങോട്ടാ? ഒരു അർജൻറ്റ് കാര്യമുണ്ടമ്മേ, ഞാനിപ്പോൾ എത്തും. വന്നാ മതി. മോള് സങ്കടപ്പെടണ്ട, അവനിപ്പോൾ എത്തും. അതിന് ആർക്ക് സങ്കടം? അമ്മ, ഫുഡേ. ഇന്നാ മോളിത് കഴിക്കും. എൻ്റെ പ്ലേറ്റ് മുട്ട വറുത്തതില്ലല്ലോ, ബട്ട് അവളുടെ പ്ലേറ്റിലുണ്ട്. ഇനി അമ്മ വെക്കാനെങ്ങാനും മറന്നതാണോ? അമ്മ, എനിക്ക് മുട്ട വറുത്തതില്ലേ? മുട്ട വറുത്തത് ആകെ ഒന്നുള്ളൂ. ഇന്ന് അവള് കഴിക്കട്ടെ, നിനക്ക് നാളെ തരാം. നോ 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 നോ, അത് വച്ചില്ല, എനിക്കിപ്പോൾ വേണം. കിട്ടിയത് തിന്നിട്ട് എണീറ്റ് പോടാ. ഞാൻ തരൂല. ഇന്ന നീ കഴിച്ചോ. നല്ല സ്നേഹമുള്ള കുട്ടി. ഇവളെന്താ തരാത്തെ? ഇനി മറന്നു പോകുന്നതാണോ? ഞാൻ എടുത്താലോ? ഡാ, ഞാൻ എന്തും സഹിക്കും, ബട്ട് എൻ്റെ മുട്ട വറുത്തത് എടുത്താൽ നിന്നെ കൊന്നു കൊല വിളിക്കും. എന്നാ നീ അതാദ്യം ചെയ്ത് കാണിക്ക്. അവിടെ എന്താ ഒരു ശബ്ദം? അതമ്മ, ഏതോ അവന്റെ ഫുഡ് തലയിലൂടെ കമഴ്ത്തിയതോ? അതവിടുന്ന് ക്ലീൻ ചെയ്യാതെ അവൻ പോയാ ബാക്കിയുള്ള ചോറ് കൂടി അവന്റെ തലയിൽ കമഴ്ത്തുമെന്ന് പറഞ്ഞാള്. ആമ്മ, എന്നാ ഞാനങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. ഇത് എന്നേക്കാ വലിയ തറയാണെന്നാ തോന്നണേ. ഹലോ ഗേൾസ്. ഹലോ, എങ്ങനെയുണ്ട് മോളെ അവിടെ? ഇവിടെ സുഖം? ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണോ? അല്ലടി, നിന്റെ മച്ചവൻ്റെ
16 അടിയന്തരത്തിനുള്ള ഒരുക്കത്തിലാ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി മിണ്ടാണ്ടിരുന്നു. എടി, അമ്മായിയമ്മക്ക് എങ്ങനെയുണ്ട്? അമ്മായിമ്മ പോലും വല്ലതും ഉണ്ടോ? ഏയ് ഇല്ലടി, അതൊരു പാവ. അഥവാ എന്തെങ്കിലും വെള്ളച്ചിലെടുത്താ നീ അങ്ങ് കയറി മേഞ്ഞേക്കണം. വളരെ നല്ല കുട്ടികൾ. അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോൾ ഓക്കെടി, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഡി എന്നാലും ചുമ്മാ ഇരുന്നോട്ടെ. ഹലോ ഹലോ, എഴുന്നേൽക്ക്. ഹലോ ഹലോ. ഡി എഴുന്നേൽക്ക്. എന്താണ് മിസ്റ്റർ? ഇതെൻ്റെ ബെഡാ. അതിന് ഇതിപ്പോൾ എൻ്റെ ബെഡാന്ന് ഞാൻ പറഞ്ഞ? ഇല്ല. എന്നാ പോയി കിടന്നുറങ്ങ്. ഡി ഓ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിലത്തിറങ്ങി കിടക്കണം. നിങ്ങൾ കിടന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇറങ്ങി കിടക്കണമെന്ന്. ഹോ, ഞാൻ നിങ്ങളുടെ ആരാ? ഭാര്യ ആണല്ലോ. എന്നാ ഇതിൽ പകുതി അവകാശം എനിക്കുണ്ട്. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, പിടുക്കുമ്പോ തൊട്ടു പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിൻ പെറ്റിയെന്ന് ഒടുക്ക വിലകൾ കാട്ടിയിട്ട് കണക്കുത്തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവൻ എന്തിനു പോന്നോനാ, പല നമ്പരമുള്ളോനാ, പണി എന്തിനു പോയാലും ഇനി കൊണ്ടുവരുന്നവനാ. തരി വെള്ളം തളിക്കാതെ ഫുള്ളൊന്നും അടിക്കാനും കള്ളം നടിക്കാതെ ഉള്ളം കൊടുക്കാനും എന്തൊക്കെ വന്നാലും കട്ടക്ക് നിൽക്കുന്ന ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും ഫിറ്റാണ് ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും ഫിറ്റാണ് ജോയ്. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, പിടുക്കുമ്പോ തൊട്ടു പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. നിനക്ക് പഠിക്കാൻ പോവണമെങ്കിൽ പോവാ. എനിക്കങ്ങനെ പോവണമെന്നൊന്നുമില്ല. അല്ല, നിനക്ക് പോവണമെന്നുണ്ടെങ്കിൽ പോവാം. ഞാൻ നിന്നെ കെട്ടിയതിന് ശേഷം നിന്റെ ഭാവി തുലഞ്ഞെന്ന് ആരും പറയാൻ പാടില്ല. രാവിലെ എഴുന്നേൽക്കുക, ഫുഡ് കഴിക്കുക, കുറച്ചു നേരം ഫോണിൽ കളിക്കുക, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. ഇതിൽ എവിടെയാണ് എൻ്റെ ഭാവി പോയത്? എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി. ഡാ, നാളെ മര്യാദയ്ക്ക് ക്ലാസ്സിന് പൊക്കോണം നീ. എന്താണ് മോനെ, മുഖത്ത് ചിരിയൊക്കെ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, നീ വന്ന കാര്യം പറ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ആ പിന്നെ നീ നാളെ GM കോളേജ് വരെ ഒന്ന് പോകണം. അതെന്തിനാടാ? ആ മറ്റേ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യം അന്വേഷിക്കാനാ. അതിന് ഇവിടുന്ന് ആരെയും പറഞ്ഞയച്ചാൽ പോരെ? നോ, ഇത് വെറും ആത്മഹത്യയല്ല, ഇറ്റ്സ് എ മർഡർ. ഓ ഓക്കെ. എന്തെടുക്കുവാ നീ? വെറുതെ കുത്തിയിരിക്കുന്നു. ഓ, നാളെ നിനക്ക് എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? ഉണ്ടല്ലോ. എങ്ങോട്ട്? നാളെ ഇതുപോലെ കുത്തിയിരിക്കാൻ. ഓ, അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഒരു ഫോർമാലിറ്റിക്ക്. നീ വന്ന കാര്യം പറ. നാളെ എൻ്റെ കോളേജിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അതിന് നീ എൻ്റെ അമ്മയായി വരണം. നിനക്ക് എന്നെ കണ്ടിട്ട് നിന്റെ അമ്മയായി തോന്നുന്നുണ്ടടാ പട്ടി. അതല്ല, ഞാൻ വിചാരിച്ച് ഈ വീട്ടിൽ നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്ന്.
സാരല്ല, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. അതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. നീ കരയണ്ട, ഞാൻ വരാം. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. പിന്നെ കുറച്ച് പ്രായം രൂപത്തിൽ വരണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. നിന്റെ സംസാരം എന്താ അങ്ങനെ? നീയല്ല പറഞ്ഞേ പ്രായത്തിൽ കുറച്ച് വ്യത്യാസം വരണമെന്ന്. അപ്പോൾ ശബ്ദത്തിലും ഉണ്ടായിക്കോട്ടെ. യെസ്, കമ്മിങ്. ഞാൻ ഇവൻ്റെ അമ്മയാണ്. വാട്ട്, ഇവൻ്റെ അമ്മയോ? ബട്ട് നിങ്ങളെ കണ്ട ചെറുപ്പമാണെന്നേ തോന്നുള്ളൂ. ബൈ ദ ബൈ, നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാനാ, ചേട്ടൻ ഞങ്ങളെ മുമ്പേ വിട്ടുപോയി. എന്ത്? അല്ല, മരിച്ചു പോയിന്ന്. പൊയ്ക്ക് പോവാനായി. തന്തയുടെ കഴുപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ഇവൻ എങ്ങനെയുണ്ട് പഠിക്കാൻ? ഇവൻ വളരെ നല്ല കുട്ടിയാ. ഇവനെ ഞാൻ മോനെ പോലെയാ കാണുന്നേ. ഇതൊക്കെ അപ്പോ നിന്നെക്കുറിച്ച് തന്നെയാണടാ ഈ പറയുന്നത്. ഇവൻ ഇപ്പോൾ കുറച്ച് ബാക്കിലാ. സാരില്ല, ഇവൻക്ക് എന്നെപ്പോലത്തെ ഒരു അച്ഛനുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. തന്തയുടെ ചാട്ട എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്. മെയ് കമ്മിങ്? യെസ്. നല്ല പരിചയമുള്ള ശബ്ദം. ഇങ്ങേരെന്താ ഇവിടെ? ഓ സാറോ, വരൂ. നിങ്ങളെന്താ ഇവിടെ? ഓ, സാറിന് ഇവരെ അറിയോ? ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് പോ, എന്തെങ്കിലും ചെയ്യേ. അറിയാതെ, ഇതെന്റെ മൂത്ത മോനാ. അതെ, ഇതെൻ്റെ ഏട്ടനാ. ഏട്ടനാ? എന്തോ ഉഡാഹിപ്പുണ്ടല്ലോ. അമ്മ എന്താ ഇവിടെ? അത് മോനേന്നോ? അല്ല സാർ, യദുമോൻ്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നതാ. ഈ യാദവ് മേനോനെന്ന് ശരിക്ക് വിളിക്കാത്തവനാ. ഇനി എനിക്ക് ചെത്താലും വേണ്ടിയില്ല. ഓ, മോനെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പറ, ഇത് ഇങ്ങേർക്കുള്ള പണി വല്ലതും ആണോ? അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയില്ലേ? കിളവാ, എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. അല്ല, 40 ആയെങ്കിലും അമ്മയുടെ മനസ്സിൽ 23 ആയിട്ടുള്ളെന്നാ പറഞ്ഞ്. അല്ലേ അമ്മേ? അതെ അതെ അതെ, യു കണ്ടിന്യൂ. അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു കൂട്ട്? താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? മോൻക്ക് വിരോധമില്ലെങ്കിൽ അമ്മയെ ഞാൻ കെട്ടിക്കോളാം. ഞാൻ പൊന്നുപോലെ നോക്കാം. ദൈവമേ, ഏത് വഴി ഇറങ്ങി ഓടും? എടാ, പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ. എന്നാ ഞങ്ങൾ പോട്ടെ. മോനൊന്നും പറഞ്ഞില്ല. ആദ്യം ഞാൻ ഇവർക്ക് മറുപടി കൊടുക്കട്ടെ, എന്നിട്ട് താങ്കൾക്ക് തരാം. അമ്മയും അനിയനും ഇങ്ങ് വന്നേ. ഞാൻ വരൂല. ഇങ്ങ് വാടാ. അതിനുറക്കെ വിളിക്കണ്ട, മെല്ലെ വിളിച്ചാ പോരെ. രണ്ടുപേരും ഒന്നവിടെ നിന്നേ. രണ്ടിൻ്റെയും ഉദ്ദേശം എന്താ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്താടാ നീ കിടന്ന് അലറുന്നേ? അമ്മയ്ക്ക് അറിയോ, ദാ ഇവള് ഇവൻ്റെ അമ്മയായിട്ട് കോളേജിൽ ചെന്ന്, എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ അവൾക്ക് കല്യാണം ആലോചിച്ച്. അതും ആ കിളവിന് വേണ്ടി. അല്ല, പറയുമ്പോൾ മുഴുവൻ പറയണ്ടേ? അവൾ കോളേജിൽ പോയതല്ല നിന്റെ പ്രശ്നം. അവൾക്ക് അങ്ങേര് കല്യാണം ആലോചിച്ചതാ നിനക്ക് പ്രശ്നം. അതാണോ ഇപ്പം ഇവിടുത്തെ പ്രശ്നം? വിചാരണ കഴിഞ്ഞ് അടുത്തത് അടിയാ. ഇറങ്ങി ഓടിയേക്കണേ. ഓക്കെ. ദാ ഓടിക്കോ.
ഇവരുടെ ഒരു കാര്യം. നീ ആരോടാ ഈ കാര്യമായിട്ട് ചാറ്റുന്നേ? എന്താടാ നിനക്കൊരു കള്ള ലക്ഷണോ? ഏയ് ആരോടുമില്ല. ഇത് കൊണ്ടടാ ഫോൺ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. കുണുവാവ. അയ്യേ, ആരുടെ ഈ കുണുവാവ? അല്ല, നല്ല പരിചയമുള്ള DP. ഇത് ലവളല്ലേ, എൻ്റെ അനിയത്തി. ഇവള് നീ എങ്ങനെ? സത്യമായിട്ടും ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തല്ല. അവൾ ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. മതി, ഇനി എനിക്കൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ല. എനിക്ക് അറ്റാക്ക് വരണ പോലെ. നീ വെള്ളം കുടിക്ക്. നീ എന്നെ കുടിപ്പിച്ചിട്ട് കെടുത്താതിരുന്നാ മതി. ബോറടിക്കുന്നു. മിസ്റ്റർ, പോലീസിനെ കാണാൻ പോയാലോ? പണിയാവോ? എന്ത് പണി? എൻ്റെ കെട്ടിയോനല്ലേ ഞാൻ കാണാൻ പോണേ. ഹലോ ചേട്ടാ, സിദ്ധു ഇല്ലേ? സിദ്ധുവോ? ഇനി സിദ്ധു സാറിനെയാണോ ഉദ്ദേശിച്ചത്? സാറിനെ കാണാനാണെങ്കിൽ അപ്പോയിൻമെൻ്റ് വേണം. ഞാൻ സിദ്ധുവിൻ്റെ ഭാര്യയാ, അമൈറ സിദ്ധാർത്ഥ്. ആ അമ്മയുടെ ഓക്കെ. ഈ സിദ്ധാർത്ഥ് മാമിൻ്റെ ഭർത്താവ്. ഓ, ഇത്ര ബഹുമാനമൊന്നും വേണ്ടായിരുന്നു. എന്നാലും വിളിച്ചോളൂ. മാം ഉള്ളിലോട്ട് വരൂ. ഒരു താലപ്പൊലിയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മാം ഇവിടെ ഇരുന്നോളൂ. ഓക്കെ. ഹായ് കള്ളൻ. ഹലോ കള്ളൻ ചേട്ടാ. ഹായ് മോളു. ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയേ? മോഷ്ടിച്ചിട്ട്. ഡാ പന്ന കള്ള, മോഷ്ടിക്കാൻ പാടുണ്ടോ? സിദ്ധു. മറ്റാളെ എനിക്കറിയാം, ബട്ട് മറ്റേത് ഇതിയാറ്? സിദ്ധു. സിദ്ധു ഇവിടെ ഇല്ല. വന്ന കാര്യം പറ. അതിന് നീയാരാ? ഞാൻ സിദ്ധുവിൻ്റെ ഭാര്യയാ. അപ്പോൾ ഇതാണ് കക്ഷി. ഒന്ന് വട്ടെ പിടിപ്പിച്ചേക്കാം. സിദ്ധു എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണല്ലോ. എന്നാലും ഇവരിത് എവിടെ പോയി? അവളെ നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇവള് നിന്നെ കാലേ വാരി നിലത്തടിക്കും. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. ആക്ച്വലി അവൻക്ക് എന്നെ വലിയ കാര്യമാണ്. അതിനൊന്നുമില്ല. അവൻ എന്നെ ശരിക്ക് കല്യാണം കഴിക്കേണ്ടതായിരുന്നു. ബട്ട് നിങ്ങളെപ്പോൾ വന്നു? ഇപ്പോൾ വന്നേ ഉള്ളൂടാ. ഇവളെന്താ ഇവിടെ? അവരെ കണ്ടപ്പോൾ ഹായ്, എന്നെ കണ്ടപ്പോൾ ഹേ. ഇവളെന്താ ഇത്ര ദേഷ്യത്തില്? എനിക്ക് നിന്നോട് പേഴ്സണലായി സംസാരിക്കാനുണ്ട്. ഇവളോടൊന്ന് പുറത്ത് നിൽക്കാൻ പറ. ഞാൻ പോവില്ല. ആമി, നീ പോടാ പട്ടി. എന്താടി നിനക്ക്? ചുമ്മാ. നിന്റെ ചുമ്മാ. അവളെ നിനക്ക് അറിയാഞ്ഞിട്ടാ. A few minutes later. A few moments later. അവിടെന്താ ഒരു ശബ്ദം? കള്ള നായിൻ്റെ മോനെ, കള്ളക്കളി കളിക്കുന്നടാ പുല്ലേ. ഇതെല്ലാം എനിക്കുള്ള അടിയല്ലേ എന്നൊരു സംശയം. അവളുടെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് പണിയൊന്നും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവളെവിടെയോ ഉറങ്ങിയോ? എവിടെയും കാണുന്നില്ലല്ലോ. ആ, അമ്മയുടെ കൂടെയാവും.
കളി. നിനക്ക് അവളെ മാത്രമേ കണ്ണി പിടിക്കുള്ളൂ അല്ലേടാ പട്ടി? അവളാരാ? നിന്റെ കാമുകിയാ? എന്താടി? ഏ ഒന്നുമില്ല. എന്തേ, ജലസാണോ? എനിക്കെന്തിനാ നിങ്ങളോട് ജലസ്? അപ്പം ഇല്ലല്ലോ, എനിക്ക് തോന്നിയതാവും. നിനക്ക് ജലസില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ നോക്കിക്കോട്ടെ. ആ നോക്കിയോ കൊല്ലും പന്നി. ആണോ? എന്നാ ഞാനങ്ങോട്ട്. दुआ भी लगे ना मुझे, तवा भी लगे ना मुझे, जब से दिल को मेरे. ഡി പോവല്ലേ, ഇത് ഫുള്ളാക്കിയിട്ട് പൊക്കോ. ഒന്ന് പോടാ. നീ എന്തായിരുന്നു ഇന്ന് ഓഫീസിൽ വെച്ചേ? ഡി ഓ, ഇവളൊന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അവളെവിടെ? ആരോടൊന്ന് ചോദിക്കുക. എന്താണ് ചോട്ടാ മുഖത്തൊരു സങ്കടം? എന്ത് സങ്കടം? അതൊന്നുമില്ല. എന്നാ ശരി. അതെ, അവളെവിടെ? ഏതിലവൾ? ആമി. ഓ, അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എന്താ അങ്ങോട്ട് പോയേ? പോക്കറ്റാണോ? അയ്യോ എൻ്റെ നാടു. സോറി, കണ്ട സന്തോഷത്തിൽ. നിങ്ങളുടെയൊക്കെ സന്തോഷം. അയ്യോ എൻ്റെ നടു. അല്ല, അച്ഛനും അമ്മയൊക്കെ ഇവിടെ? അവരിപ്പോ എത്തും. ആരാ മോളെ വന്നിരിക്കുന്നേ? അമ്മയുടെ ഭാവി മരുമോളാ. എന്ത്? ഒന്നുമില്ല. അതെ, ഒന്ന് മഴ മാറുവോ? അച്ഛാ, I miss you. ഇവൾക്കെന്താ ഇത്രയും സ്നേഹം? കൊല്ലാനാണോ വളർത്താനാണോന്ന് ദൈവത്തിനറിയാം. വരൂ, അകത്തേക്ക് ഇരിക്കൂ. ഇതൊക്കെ ആരാ? ഇതെല്ലാം എൻ്റെ മക്കളാ. മനസ്സിലായില്ല. ബന്ധം കൊണ്ട് സ്വന്തം അല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ മക്കളാ. ഇന്ന് രാത്രിയാവട്ടെ, എൻ്റെ മുടങ്ങിപ്പോയ ആദ്യ രാത്രി ഞാൻ ഇന്ന് എടുക്കും. Meanwhile, ഇന്ന് അവളെ കയ്യിൽ നിന്ന് ഒരു മെങ്കിലും സെറ്റാക്കണം. मुझको दे तुम मिट जाने, हम खुद से दिल मिल जाने, क्यों है ये इतना फासला. എന്താണ് മോനെ ഉദ്ദേശം? ദുരുദ്ദേശം മാത്രം. ഓ, നശിപ്പിച്ച്. ചേച്ചിയേ, ചേച്ചിയേ. പോയി തുറന്ന് കൊടുക്ക്. ഹായ്. എന്താണ്? എനിക്ക് ചേച്ചിയുടെ കൂടെ കിടക്കണം. അതൊന്നും പറ്റില്ല. അതെന്താ പറ്റാത്തേ? പറ്റാത്തോണ്ട്. ഉങ്ക വിടമാട്ടേ. അയോഗ്യ നായേ, ഉങ്ക കൊന്ന് ഉങ്കറ. അയ്യോ, മതി മതി മതി, ഇവിടെ കിടന്നു. ഞാൻ നിന്റെ റൂമിൽ പോയിക്കോളാം. താങ്ക് യു. ഇപ്പം ഇതിരിക്കട്ടെ. അനുമോളെ, ഈ വൃത്തികെട്ട ശബ്ദം. മോളെ ഇത്ര നേരത്തെ കിടന്ന
ഉറങ്ങിയ ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഏട്ടനെന്താ ഇവിടെ? ഈ എന്താടാ ഇവിടെ? അത് പിന്നെ ഏട്ടനെ കാണാൻ വന്നതാ. എന്നെ നീ സാധാരണ അനിയൊന്ന് വിളിച്ചല്ലേ പേരിൽ, അത് ഉമ്മയ്ക്ക് തന്നിട്ട്. അത് പിന്നെ അല്ല ഏട്ട, അതൊക്കെ പോട്ടെ. ഏട്ടനെന്താ ഇവിടെ? നിൻ്റെ കനുവില്ലേ, അവളെന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. ആഹോ, സമാധാനായി. നോക്കണ്ട, വാ ഏട്ടാ. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി. ഹേ ഹേ കണ്ടു മലനിര, ഓഹോയ് കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും ഓയ് തന്തിരത്താനേ താനാനേ തന്തിരത്താ. നീ കണ്ട ഈ പാട്ടില്ലേ, നമ്മളെ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണെന്ന്. ആണോ? കാലം പോയൊരു പോക്കേ. ഓ, അപ്പം ഇങ്ങനെയാണല്ലേ പാട്ടൊക്കെ കണ്ടുപിടിക്കണേ. വെയിറ്റ്, ആ കിട്ടി. ഇനി അടുത്ത വൈറലാകാൻ പോകുന്ന പാട്ട് ഇതാ. ഏത്? ഞാൻ പാടട്ടെ? നീ പാടിക്കോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. അമ്പിളി ചിരിക്കുന്നു മാനത്ത്, തുമ്പ ചിരിക്കുന്നു തായത്ത്, സൂര്യനുദിക്കുന്നു മാനത്ത്. അയ്യോ, മതി മതി. ഇത് ഹിറ്റല്ല, സൂപ്പർ ഹിറ്റാവും. എന്നാ നമുക്കിപ്പോൾ തന്നെ ഓഡിഷന് പോയാലോ? അയ്യോ, അത് വേണ്ട, അവർ തിരക്കിലാവും. ആണല്ലേ, നമുക്കെന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാല്ലേ? അതെ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണോ? ആടി, ഇന്ന് തന്നെ പോകണം. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ വെച്ചൊരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഓ, വലിയ മീറ്റിങ്ങുകാർ. ഇനി നിങ്ങൾക്കോ? പോണം. ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ, ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ. അതെ, എൻ്റെ ക്ലാസ്സൊക്കെ മുടങ്ങിക്കെടുക്കുക. അയ്യോ, വലിയ പാര്. അമ്മയുടെ മോള് നല്ല രീതിയിൽ നിൽക്കാം, പുറത്തേക്കേടൊന്നും കാണിക്കരുതേ. ഇല്ലമ്മ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബോറടിക്കുന്നു, എവിടെങ്കിലും പോയാലോ? എവിടേക്ക്? ബീച്ചിലേക്കോ മാളിലേക്കോ പോവാം. ഓക്കെ, സെറ്റ്. നീ വാ. ഹോ, നീയൊക്കെ ജീവനോടെ ഉണ്ടാ? എന്നൊന്ന് വിളിക്കാനൊന്നും തോന്നിയില്ലല്ലോ. നീ എവിടെ? ഞാനിതാ പുറത്താ. നീ വേഗം വീട്ടിലേക്ക് വാ. എന്താ കാര്യം? എന്താടി? അറിയൂല, പൂജ വിളിച്ചിട്ട് വേഗം വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ എന്താ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
കാത്തു കഥകിൽ തങ്ങി പ്രിയനേ ആമി വരിൽ ഞാൻ ദുആകൾ ചൊല്ലി കൊതികൾ മങ്ങി കഴിയൂല ഖബറിൽ ഞാൻ നിടപോ നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? അവർ ഇന്നലെ കൂടെ എന്നെ വിളിച്ചിട്ടുള്ളൂ. യാരപ്പേ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും ഉള്ളാലേ നിങ്ങൾ എന്തിങ്ങനെ കിടക്കണേ? വന്ന് എണീറ്റ്. ദേ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എണീറ്റമ്മ, അമ്മ. ആമി സിധു, ഇത് എന്താ എണീക്കാത്ത? ഒരു കാര്യം സിധു വിളിച്ചാൽ നദിക്കുറുകളിൽ സിധുന് എന്നെ ഇഷ്ടമല്ലേ? വിളി സിധു, വിളിക്ക് സിധു. കഥകിൽ തങ്ങി പ്രിയ എടാ ഏതു, നീ അനുവിനെങ്കിലും വിളിക്ക്. നിന്റെ പെണ്ണല്ലടാ അവള്. ആഹാ, ഞാൻ വിളിച്ച അവളെ എഴുന്നേൽക്കും, അതുറപ്പാ. കഴിയൂല ഖബറിൽ ഞാൻ നിട പോകാതെ. മോളെ അനു, എഴുന്നേൽക്കൊരു പ്ലീസ്, എനിക്ക് പേടിയാവുന്നത്. ഞാൻ നിന്നെ വെറുതെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേടി. അവളെൻ്റെ ഒരു ഫ്രണ്ടാ. എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്, പിണങ്ങല്ലേ. നീ പറയണ്ട, അവരെന്തായാലും എഴുന്നേൽക്കും. ആമി, അവര് പോയി. ഇല്ല ഇല്ല, നിങ്ങൾ കള്ളം പറയില്ല. എനിക്ക് വേണവർ തിരിച്ചു താ. ഞാൻ എന്നെ അഴലുകളെ പകരികളാക്കി ആളുന്ന പുകിലുകളിൽ സ്നേഹപ്പടി വിടരാൻ നേരുന്ന ദിക്റുകളിൽ യാചകനായി കാത്തു കാത്തു കഥകിൽ തങ്ങി പ്രിയനേറും ഇവരിൽ ഞാൻ ദുആകൾ ചൊല്ലി ചോർന്നു ചോർന്നു കൊതികൾ മങ്ങി കഴിയൂല ഖബറിൽ ഞാൻ നിട പോകാതെ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോളിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ കൊന്നതാ അവരെ. ആര്? അവൻ, ആ സ്റ്റീഫൻ. പിന്നെ നമ്മുടെ അനുമോളെ പിച്ച് ചീന്തിയതടി അതിൻ്റെ മക്കൾ. എന്താണ് ബേബി, മുഖമൊക്കെ ചുവന്നിരിക്കുകയാണല്ലോ. നീ ഇങ്ങനെ കരയല്ലേ. സാരല്ല, ആ കണ്ണങ്ങ് തുടച്ചേ. പിന്നെ പറയാതിരിക്കാൻ വയ്യട്ടോ, നിൻ്റെ അനിയത്തി ഒരു കിടിലം പീസ് തന്നെയാ. എന്താ ശരീരഭംഗി.
ദേഷ്യപ്പെടലേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറയാലോ, നിന്നെ കണ്ടത് മുതൽ നിന്നല്ലാതെ ഒരു പെണ്ണിനും തുള്ളെന്ന് ശപഥം ചെയ്തതാ. എന്തായാലും നിന്റെ അല്ല അനിയത്തി. അവളും മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ അമല് അവളെ വെറുതെ വിടില്ലായിരുന്നു. പിന്നെ നിന്റെ അച്ഛനും അമ്മേനും ഞാനല്ല കൊന്നേ. എന്ത് ചെയ്യാനാ, ഞാൻ അവരെ കഴുത്തിൽ കത്തി വെച്ചിട്ടേ ഉള്ളൂ. നിന്റെ അനിയത്തി പിടയുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ തോന്നി അവർ സ്വയം അങ്ങ് ജീവനൊടുക്കി. ഇനിയൊന്നീ നിന്റെ കൂടെ വന്നില്ലെങ്കിൽ നിനക്ക് ഇനിയുണ്ടല്ലോ 3 എണ്ണം. അവരെയും ഞാനങ്ങ് പിച്ചിണ്ട്. മോൾക്കറിയോ, ഈ കേസ് ഒതുക്കി തീർക്കാൻ കുറച്ച് ക്യാഷൊന്നുമല്ല ഞാൻ ഇറക്കിയത്, കോടികളാ, അതും നിനക്ക് വേണ്ടി. അപ്പോൾ ചേട്ടൻ വയ്ക്കുവാണേ. ഏതാടി ആ ചെറ്റ? അവനാ സ്റ്റീഫൻ. സ്റ്റീഫനോ? അവനൊരു ചെറ്റയാ. ആരെ സ്വന്താക്കണമെന്ന് കരുതിയാലും ആ നായിൻ്റെ മോൻ സ്വന്താക്കും. അതുപോലൊരു പ്രാന്ത അവൻ കാമി. ആദ്യം അവൻ അവളെ പിറകെ നടന്നു. അവളെ കിട്ടില്ലെന്ന് കരുതിയപ്പോൾ ഭീഷണിപ്പെടുത്തി. പിന്നെ അവൻ്റെ ഉപദ്രവം വീട്ടിൽ വന്നായി. പിന്നെ സഹി കിട്ടാതെ വന്നപ്പോഴാണ് അവളെ സിദ്ധുവേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പിന്നെയും തുടങ്ങി. കിട്ടില്ല ഒരുത്തനെയും. ഹലോ. Amira Stephen will see each other after a long time. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ആരാ അവിടെ? ആരാന്ന് ചോദിച്ചേ?
ആമി, നീയാണോ ഇതിന് പിന്നിൽ? അവൾ മാത്രമല്ല, ഞങ്ങളും ഉണ്ട്. എന്തിന് വേണ്ടി? ആർക്ക് വേണ്ടി? കാരണം മരിച്ചു പോയ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. എൻ്റെ പെണ്ണിന് വേണ്ടി തീർത്തു എല്ലാത്തിനെയും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം. This case was very well conducted by the prosecution and equally considered by the counsel for the accused. രണ്ടുപേരും ഈ കോടതിയുടെ പ്രശംസ അറിയിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദിസ് കേസ്. കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പ്രതികളുടെ കുറ്റസമ്മതവും മറ്റ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ IPC 305 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രതിക്ക് ഡിസംബർ 5 മരണശിക്ഷയും മറ്റു പ്രതികൾക്ക് ജീവപര്യന്ത തടവും 3 ലക്ഷം രൂപ പിഴയും ഈ കോടതി ശിക്ഷയായി വിധിക്കുന്നു. അമൈറ, തനിക്കൊരു ലെറ്ററുണ്ട്. ആരുടേതാ? വൺ മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ. ആമി, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവാൻ കാത്തിരിക്കുകയായിരിക്കുമെന്നറിയാം. അവിടെയും നീ എന്നെ മറന്നു. എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്. ബട്ട് നിന്നെ കണ്ടാൽ പിന്നെ ഞാൻ അതൊക്കെ പോട്ടെ. പിന്നെ യദുവിനെയും പൂജയും കാണാൻ ഞാൻ പോയിരുന്നു. അപ്പോൾ അവരെന്നോട് പറയാ, ആമിയോട് പറയണം വൈകാതെ ഞങ്ങളും അവളുടെ അടുത്തേക്ക് വരുമെന്ന്. അപ്പോഴും അവരും മറന്ന് എന്നെ അമ്മയെ. ലവ് യു. ഐ എം റിയലി ലവ് യു. അയ്യോ, എവിടെയാണ് തൂക്കാറ്? ആടി, ഞാനിങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും തൂങ്ങേണ്ടി വരും. അയ്യോ സിദ്ധുവോ? ഹെടി, വന്ന് എൻ്റെ പേര് വരെ മറന്നു പോയല്ലേ. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് ഉറങ്ങി എണീറ്റപ്പോയേക്ക് അവളെ ബുദ്ധിയെല്ലാം പോയി. ഉറക്കോ? അപ്പൊ ഇതെല്ലാം സ്വപ്നായിരുന്നല്ലേ? ആടി, നിന്നെ കെട്ടിയത് മുതൽ തുടങ്ങിയതാ ഞാൻ. അവിടെ എന്തോ ഒരു ശബ്ദം. വാ, പോയി നോക്കാം. ഡാ തെണ്ടി, ഞാൻ നിന്നോട് പറഞ്ഞ എൻ്റെ പുറകെ വരാം. ഡാ സെറ്റ്, മതി 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 മതി, എല്ലാം ഇവിടെ തീർപ്പാക്കി. വാടാ, പോവാം, സമയമായി. ഡി, പിന്നെ മക്കളെ മര്യാദക്ക് നോക്കണം. ഇല്ലെങ്കിൽ ഒന്നുമില്ല. വാടാ, പോവാ. എടി, പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടടി. ഒരു സിനിമ കണ്ട ഫീല്. ശരിക്കും ആണല്ലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ആണാൻ പറ്റുമല്ലോ, അതും മാസിൽ. പിന്നെ അച്ഛനെ ഏട്ടൻ്റെ സുഹൃത്താക്കിയല്ലേ. ഞാനൊക്കെ സ്വപ്നം കാണും വല്ല കൊക്കയിലും വീഴുന്നത്, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് ബേക്കറി വാങ്ങുന്നത്, അല്ലെങ്കിൽ ബേക്കറി കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ചെരുപ്പ് എടുക്കുന്നത്. A few minutes later. Dora,
എന്തോന്ന്? ഡാ ചെക്ക, ഞങ്ങളിവിടെ ടി വി കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതിരുന്ന് കണ്ടാ മതി. ഈ ഷീൻഷൻക്ക് കാർട്ടൂൺ എന്തോ വേറൊന്നൂരുണ്ടല്ലോ. ജിഗൻ ഷാർക്കോ. എടാ മണ്ട, ഇതൊന്നും കാർട്ടൂൺ അല്ലടാ. അതിന് വേണം ഡോറയുടെ പ്രയാണം, മർസൂപിയാണ്, ചാക്കിച്ചാൻ, നെല്ല്, മായക്കണ്ണി. ഓ, ഇതൊക്കെയാടാ കാർട്ടൂൺ. അച്ഛൻ പറഞ്ഞത് ശരിയാ, അമ്മക്ക് തീരെ ബുദ്ധിയില്ല. ബ്ലഡി കെട്ടിയോൻ, വേണ്ടാത്തതൊക്കെയാ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഹലോ അച്ഛാ, അമ്മ, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ ടോക്കിയോയില്. നിങ്ങൾ എന്നാ വരിക? ഞങ്ങളിപ്പോൾ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മയും അച്ഛനുണ്ടോ കൂടെ ആൻറ്റി? അച്ഛൻ കൂടെയുണ്ട്, നിങ്ങൾ പറഞ്ഞോ. ദയവ് ചെയ്ത് നിങ്ങൾ കാരണം ഞങ്ങൾ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായി. പ്ലീസ്. നോ 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 നോ. അപ്പോൾ ഓക്കെ മോനെ, ഞങ്ങൾ പോവാണേ. അച്ഛാ, അമ്മ. അവർക്ക് അങ്ങനെ തന്നെ വേണം. അവർക്ക് ഫുഡ് മുമ്പിൽ കൊണ്ടുപോയി വെച്ചാലേ ഇറങ്ങുള്ളൂ. അതെ,